നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന പോലെ കേരളത്തിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. സന്തോഷം, സമാധാനം, അതോടൊപ്പം ഈ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് ഏഷ്യാനെറ്റ് ഈ പുതിയ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വി ഡി സതീശനാണ് ഒടുവിൽ നറുക്കു വീണത് എന്ന് പറയേണ്ടി വരും. ബാക്കി രണ്ടുപേര് പുറത്തേക്ക് പോയോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്ന വേളയിൽ കെ സി വേണുഗോപാൽ വി ഡി സതീശന് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ഭരിച്ച് കേരളത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളിലൂടെ കേരളത്തിലെ ജനങ്ങളെ എടുത്ത് വാനോളം ഉയർത്തിക്കൊണ്ടു പോകാനുമൊക്കെ ആശംസിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. വളരെ നല്ല കാര്യം. വി ഡി സതീശനെ പോലെ പുതിയ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊള്ളാം വർമ്മസാറെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തിനായിരുന്നു ഇത്രയും ഉപദേശിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു കെ സി വേണുഗോപാൽ ഇത്ര ദിവസം, ഏകദേശം 10 ദിവസത്തിന് മുകളിൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് AICCയുടെ ആപ്പീസിൽ കിടന്നുകൊണ്ട് ഇമാതിരി നാണം കെട്ട നാറിയ കളികൾ കളിച്ചത് എന്നുകൂടി കെ സി വേണുഗോപാൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി വ്യക്തമാക്കണം. ഈ വി ഡി സതീശൻ ഒടുവിൽ നറുക്ക് വീഴും എന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം MLA-മാരെ ആരെയും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരാളൊന്നുമല്ല. MLA-മാരെ എല്ലാം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ കെ സി വേണുഗോപാലാണ്. എന്നിട്ട് പോലും AICC ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തു. ഇനി ചെറിയ വെല്ലുവിളികളുണ്ട്. എന്താണ് ആ വെല്ലുവിളികൾ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പരിശോധിക്കാം. അതിനു മുമ്പ് മറ്റൊരാൾ കൂടിയുണ്ട്, രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ പോയി കിടന്നുകൊണ്ട് AICC ആപ്പീസിൻ്റെ ആപ്പീസ് എന്ന് പറയുന്നത് ജൻബർ ടൺ ആണല്ലോ, അതിൻ്റെ വാതിലിൽ കിടന്ന് തിണ്ണ നിരങ്ങിയ അടുത്ത ഒരാൾ കൂടിയുണ്ട്. പേര് രമേശ് ചെന്നിത്തല എന്നാണ്. ആ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുങ്ങി നടക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതെന്നറിയില്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട ഒരു നേതാവാണെന്ന് പറയേണ്ടി വരും. ആവശ്യത്തിന് ഉള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലായി മുതിർന്ന പല നേതാക്കന്മാരോടും ഒപ്പം നടന്ന് പരിചയിച്ചിട്ടുള്ള നല്ലൊരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇത്രത്തോളം എല്ലാവരും തിരസ്കരിക്കുന്നത് എന്നൊരു സംശയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അദ്ദേഹം നമുക്കറിയാം 2016 മുതൽ 2021 വരെയുള്ളൊരു കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് വന്നപ്പോൾ പിന്നീട് അടുത്ത ഒരു ടേം വന്നപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നിരുന്നാൽ തന്നെയും AICCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരാൾ വി ഡി സതീശനായിരുന്നു. അങ്ങനെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എടുത്തുയർത്തപ്പെടുകയായിരുന്നു. അപ്പോഴും സീനിയോറിറ്റി പ്രായം കൊണ്ടാണെങ്കിലും പ്രായോഗിക പരിജ്ഞാനവും രാഷ്ട്രീയ പാരമ്പര്യവും കൊണ്ട് മുതിർന്ന ഒരാളായ രമേശ് ചെന്നിത്തല ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്തവണ വി ഡി സതീശൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ട് എങ്ങനെയൊക്കെയോ പരിശ്രമം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ സംശയങ്ങൾ അങ്ങിങ്ങായി ഉണ്ടെങ്കിൽ തന്നെയും ആ കഠിനമായ പരിശ്രമം കൊണ്ട് UDF 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ ഇത് ആരുടെ പരിശ്രമമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, വി ഡി സതീശൻ്റെ ശക്തമായ പരിശ്രമം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വി ഡി സതീശൻ്റെ പരിശ്രമം കാരണം അധികാരത്തിലെത്തി. ഇതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി രമേശ് ചെന്നിത്തല രാപ്പകലില്ലാതെ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. അങ്ങനെ ഡൽഹിയിലേക്ക് വണ്ടി കയറി ഒടുവിൽ ഒരു അവസാന ഘട്ട ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. തനിക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളിൽ ഇനി ലഭിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു. ഇനി ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി അത് അവകാശപ്പെടാൻ പോലും ഇല്ല. രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്നത് പോയി കഴിഞ്ഞു. ഇനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരിക എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഘടകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് UDF ഏറെക്കുറെ പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 102 സീറ്റ് കൊടുത്ത ആളുകൾ തന്നെ പഴിക്കുന്ന ഒരു സമയത്തിലേക്കൊക്കെ വരും, കാരണത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളെ പോലും കാണാതെ രമേശ് ചെന്നിത്തല പിൻവാതിൽ വഴി വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കടുത്ത എതിർപ്പ്, ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള ഒരുപറ്റം നേതാക്കന്മാർ വീട്ടിൽ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് മാധ്യമങ്ങളെ കണ്ട് വി ഡി സതീശനെ ഒന്ന് ആശംസിക്കുക പോലും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കടുത്ത എതിർപ്പിൽ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാം. ഈ 2 നേതാക്കന്മാർ അങ്ങനെ നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇനി നേരത്തെ വന്ന പോയിന്റിലേക്ക് വരാം. ഈ പറയുന്ന 5 വർഷം കൊണ്ട് UDF എന്ന് പറയുന്നത് ഈ 102-ൽ നിന്നും വെറും
ഒരു 15, 20, 25 സീറ്റിലേക്ക് വരെ ഒതുങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന 5 വർഷം കൂടെ കഴിയുമ്പോൾ. ഒരു 35 കൂട്ടിക്കോ, 40 കൂട്ടിക്കോ, അത്രയും സീറ്റിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു കാഴ്ചയിലേക്ക് വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇവിടെ വി ഡി സതീശൻ AICCയിൽ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് ഉണ്ട്. ആ കീ പോയിന്റ് എന്താണെന്നറിയുമോ? ആ കീ പോയിന്റാണ് വി ഡി സതീശനെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതും എന്ന് പറയേണ്ടി വരും. അതായത് KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ, അതായത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം വി ഡി സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, മുന്നണിയെ ശക്തിമത്തായ അടുത്ത ഒരു ഭരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് വി ഡി സതീശൻ പറയുന്നു. അതേസമയം KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ വന്ന് ഗ്രൂപ്പ് കളിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂട്ടാനാണ് പരിശ്രമിച്ചത് എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമുണ്ട്. AICC അത് മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം തനിക്കെതിരായി ഉന്നയിച്ച സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ 46ലധികം MLAമാരുടെ പിന്തുണയും MP മാരുടെ പിന്തുണയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പിന്തുണയുള്ള ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇത് സഹിച്ചും ക്ഷമിച്ചും ഇരിക്കുമോ? ഇല്ല. അങ്ങനെ ഒരു സഹനശക്തി KC വേണുഗോപാലിനില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 46ലധികം MLAമാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ കാര്യമൊക്കെ വിട്ടേക്കൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, OJ ജനീഷ് എന്ന് പറയുന്ന ഒരു 3 പേരടങ്ങുന്ന ഒരു സംഘമുണ്ട്. അവരാണല്ലോ യൂത്ത് കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്ന 3 മെഗാ ശക്തികൾ. ഇത് കൂടാതെ KSU ഉണ്ട്, അലോഷ്യസ് സേവ്യർ. അപ്പോൾ ഇത്രയും പേരോടൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അവരുടെ ഒരു കോറം തികഞ്ഞു. ഇത് കൂടാതെ മലബാർ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ്സുകാർ, അതായത് K സുധാകരനോട് താല്പര്യമുള്ള കോൺഗ്രസ്സുകാരും ഈ KC വേണുഗോപാലിനോട് താല്പര്യമുള്ള കുറേയധികം അണികളും എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു ശക്തിമത്തായ ഒന്നായി KC വേണുഗോപാൽ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ 46 MLAമാരെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരായി നിയമസഭയ്ക്കുള്ളിൽ പോരാട്ടം നടത്താനും പാർട്ടിക്കുള്ളിൽ ഒരു സ്ഫോടനാത്മകമായ തന്ത്രം അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കാനും ഒക്കെയുള്ള ഒരു തന്ത്രം KC വേണുഗോപാലിന് നന്നായി അറിയാം എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതുകൂടാതെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ഒരാൾ കൂടി ഒപ്പമുണ്ട്. അതാരാണ് നമുക്കെല്ലാവർക്കും അറിയില്ല, ഷാഫി പറമ്പിൽ. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വി ഡി സതീശനോട് തീരാത്ത പകയുണ്ട്. എന്തുകൊണ്ടാണ് ആ പകയുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പറയുന്ന പെണ്ണുകേസ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നല്ലായിരുന്നെങ്കിൽ ഇത്തവണ ഈ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അതോടൊപ്പം ഒരു ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടിയിരുന്ന ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്ന ഉറപ്പും. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇനി അടുത്ത തവണയും മന്ത്രിയാകാൻ കഴിയില്ല. ഇനി ഒരു 10 വർഷത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മന്ത്രിയായിരിക്കാനേ കഴിയില്ല. അപ്പോൾ ഏകദേശം 47 വയസ്സാകുമ്പോഴായിരിക്കും മിക്കവാറും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മന്ത്രിയെങ്കിലും ആകാൻ സാധിക്കുക എന്നാണ് തോന്നുന്നത്, UDF അതിവിടെ ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഈ രീതിയിലെല്ലാം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെതിരായി ശക്തമായ ഒരു വികാരം ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെതായുമുണ്ട്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നു, ഇതുവരെ കണ്ടതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കഥ. ഇനിയും കാണാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവിടെ എങ്ങനെ ഭരണം മുന്നോട്ട് പോകും, ക്ഷേമ പെൻഷൻ അടക്കം ഈ 15-ാം തീയതി മുതൽ വനിതകൾക്കായുള്ള KSRTCയിലെ ബസ്സിലെ സൗജന്യ യാത്രയടക്കം, ഇവിടുത്തെ 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി അടക്കം, അങ്ങനെ നിരവധി പദ്ധതികൾ. ഒരു പുതുയുഗം കേരളത്തിൽ പിറക്കുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. ഇനി മന്ത്രിമാരുടെ തീരുമാനം കൂടി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ അടിയും പിടിയും ബഹളവും അടങ്ങുന്ന ഒരു ഒന്നാന്തരം ഒരു മസാല പടം ഈ പറയുന്ന 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.